പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. അനുഗ്രഹീതമേറിയ നല്ല പ്രഭാതവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു മനോഹര പ്രഭാതം കൂടെ നമുക്ക് ദാനമായി കർത്താവ് തന്നു. ഈ അനുവദനീയമായ സമയത്തിനുള്ളിലും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ വീണ്ടും ഉയർത്തി കാണിക്കുവാൻ നമുക്ക് ലഭിക്കപ്പെടുന്ന ഓരോ അവസരങ്ങളും സന്ദർഭങ്ങളും എല്ലാം അത് അനുഗ്രഹപൂർണ്ണമായി തീരേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതം എല്ലാവർക്കും അനുഗ്രഹ നിമിഷങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചന സത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ പ്രഭാതത്തിൽ നാം ചിന്തിച്ചു നടത്തിയത് പെസഹയും തിരുവത്താഴവും തമ്മിലുള്ള ആ അന്തരം എന്നുള്ളതാണ്. പലരും പെസഹയും തിരുവത്താഴത്തെയും ഒന്നാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ വേദപുസ്തകം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്നാണ് നാം ഓരോ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലും അതിൻ്റെ ആധികാരികമായ തെളിവിലും നാം അന്വേഷിക്കുന്നത്. എന്നാൽ പെസഹയ്ക്കും തിരുവത്താഴത്തിനും തമ്മിലുള്ള ചില സാമ്യത അത് ഈ പ്രഭാതത്തിൽ ഒന്ന് ചിന്തിക്കാം. എങ്കിലും എടുത്തു പറയട്ടെ, പെസഹ തിരുവത്താഴം അല്ല. പെസഹ അവരാചരിക്കുന്ന സമയത്ത്, പെസഹ അപ്പം അവർ കഴിക്കുന്ന സമയത്ത് കയ്പ് ചീരയോടുകൂടെ വേണം ഭക്ഷിക്കുവാൻ എന്ന ഒരു പ്രമാണം ഉണ്ടായിരുന്നു. ഇത് കൊരിന്ത്യ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ 11:28 ഈ കയ്പ് ചീര സ്വയം പരിശോധനയെ കാണിക്കുകയാണ്. തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം എന്ന പദം ഇതിനോടനുബന്ധിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയും. രണ്ടാമത്, 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ആ ഒരു നാള് ആചരിക്കണം. പുളിപ്പില്ലായ്മ. പുറപ്പാട് 12:26. പുളിപ്പില്ലായ്മ എന്തിനെ കാണിക്കുന്നു? അത് വിശുദ്ധ ജീവിതത്തെ കാണിക്കുകയാണ്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ പുളിപ്പ് ഉണ്ടാകാൻ പാടില്ല. അശുദ്ധി ജീവിതത്തിൽ വരാൻ പാടില്ല. ഇനി ഇവിടെ ചിലർ പെസഹ എന്താണ് എന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ഈ പെസഹ അന്യജാതികൾ ഭക്ഷിക്കുവാൻ പാടില്ലെന്നായിരുന്നു പ്രമാണം. യഹൂദന്മാർക്ക് മാത്രം ഉള്ള ഒരു പ്രമാണമായിരുന്നു, ഒരു സിദ്ധാന്തമായിരുന്നു ഈ പെസഹ എന്നുള്ളത്. എന്നാൽ ഇവിടെ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ളതായിട്ടാണ് പെസഹയെ ദൈവം ഒരുക്കിയതെങ്കിൽ കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിലും ഒരു പ്രമാണം ദൈവം കൊടുത്തിട്ടുണ്ട്. അതെന്താണ് ആ പ്രമാണം? ആ പ്രമാണം രക്ഷിക്കപ്പെട്ടവരായിരിക്കണം എന്നുള്ളതാണ് പ്രമാണം. രക്ഷിക്കപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ ജലത്തിൽ സാക്ഷീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന അങ്ങനെയുള്ളവർക്കുള്ള കുദാശയാണ് കർത്താവിൻ്റെ മേശ എന്ന് പറയുന്നത്. ബീഡി വലിച്ചിട്ടും കഞ്ചാവടിച്ചിട്ടും വന്ന് എടുക്കുവാനുള്ള ഒന്നല്ല ഈ കർത്താവിൻ്റെ മേശ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, വിലയ്ക്ക് വാങ്ങപ്പെട്ടവർക്ക് ഭക്ഷിക്കാം എന്നൊരു പ്രമാണം പഴയ നിയമത്തിലുണ്ട്. അതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നാം ചെയ്യേണ്ടതായതുകൊണ്ട് ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല. എങ്കിലും വിലയ്ക്ക് വാങ്ങപ്പെട്ടവർക്ക് കഴിക്കാം എന്നൊരു പ്രമാണം പഴയ നിയമത്തിൽ എന്തിനാ കൊടുത്തത്? പുതിയ നിയമത്തിൽ നമുക്കറിയാം, കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ നമ്മെ വീണ്ടെടുത്തത് യേശുക്രിസ്തുവിൻ്റെ നിർദോഷമായ രക്തത്താലാണ് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. വെള്ളിയും പൊന്നും കൊണ്ടല്ല നമ്മെ വീണ്ടെടുത്തത്. ക്രിസ്തുവിൻ്റെ നിർദോഷ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് മാത്രം ഉള്ള ഒന്നാണ് കർത്താവിൻ്റെ മേശ എന്ന് പറയുന്നത്. ഇനി ഇസ്രായേൽ മുഴുവനും ഇത് ആചരിക്കണം എന്നൊരു പ്രമാണം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളായിട്ടുള്ള സകല പ്രിയപ്പെട്ടവർക്കുമുള്ള ഒന്നാണ് കർത്താവിൻ്റെ മേശ. അതിൻ്റെ അകത്തുനിന്ന് ദൈവമക്കൾ ആരും ഒഴിഞ്ഞിരിക്കുവാൻ പാടുള്ളതല്ല. ഇനി ചട്ടപ്രകാരം ഇത് ആചരിക്കണം എന്ന് പഴയ നിയമത്തിൽ നാം കാണുന്നു. കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ നാം എടുത്തു വരുമ്പോൾ
ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രാധാന്യത, നിയമിക്കപ്പെട്ട സ്ഥലത്ത് വെച്ച് വേണം ഇത് കഴിക്കുവാൻ. എല്ലായിടത്തും കൊണ്ടുവന്ന് കൊടുക്കുവാൻ ഉള്ള ഒന്നല്ല ഈ കർത്താവിൻ്റെ മേശയെന്ന് പറയുന്നത്. കർത്താവിൻ്റെ മേശയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സ്ഥലം, അതാണ് ദൈവസഭ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവസഭ, അവിടെയാണ് നാം ഈ കർത്താവിൻ്റെ മേശയെ ആചരിക്കേണ്ടത്. എല്ലായിടത്തും കൊണ്ടുവന്ന് കർത്താവിൻ്റെ മേശ കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും പ്രമാണമില്ല. അങ്ങനെ ശക്തമായൊരു പ്രമാണം കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ ദൈവം തന്നിട്ടുണ്ട്. ആകയാൽ ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ മേശയ്ക്ക് നാം കൊടുക്കുന്ന പ്രാധാന്യത അതെത്രമാത്രം ഉണ്ട് എന്നിന്ന് പകൽക്കാലം ശോധന ചെയ്യുക. നമ്മളെ തന്നെ വിവേചിക്കായാൽ പലപ്പോഴും നിദ്ര കൊള്ളുന്നവരായി മാറുന്നു, പലപ്പോഴും ബലഹീനരായി മാറുന്നു, പലപ്പോഴും രോഗികളായി മാറുന്നു. ഇങ്ങനെ ഘട്ടം ഘട്ടമായി പലതും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, പ്രിയ ദൈവജനമേ, ശോധനയോടെ ദൈവപാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം, നന്മകളാൽ നിറയ്ക്കണം, മാനവമഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.